നമ്മൾ അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടൊരു കുഴിയാണ് കേട്ടോ. ഇത് ചെറിയൊരു അക്കി ഉണ്ടാക്കിയാണ്. അപ്പോൾ കുറച്ച് വൃത്തിയൊക്കെ കണ്ടുകൊണ്ട് കയറിയതാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇത് കഴിച്ചു നോക്കട്ടെ. മസാല ദോശയൊക്കെ 40 രൂപ എന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ ഫ്രൈ ഇഡ്ഡലി ഉണ്ട്, അതായത് ഇഡ്ഡലി ഫ്രൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചു കണ്ടോ. ഇത് ഇഡ്ഡലി ഫ്രൈ ചെയ്യുന്നതാണ്. അതായത് ഇഡ്ഡലി പൊളന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇഡ്ഡലി പീസായി അതിൻ്റെ ഉള്ളിൽ ഇത് മസാല ആക്കിയിട്ട് കണ്ടോ. ഇതാ കണ്ടോ ഇഡ്ഡലി ഫ്രൈ ചെയ്യുന്നു. രസമുണ്ടോ? ഏണ്ടി ഇഡ്ഡലി ഏണ്ടി ഓക്കെ. അതെയാ അപ്പോൾ ഇതാണ് എൻ്റെ മസാല ദോശ. അപ്പോൾ ഞാൻ മസാല ദോശ കഴിച്ചിട്ട് വരാം. കുഴപ്പമൊന്നുമില്ല കേട്ടോ, കഴിച്ചാലും സാധനം 40 രൂപയ്ക്ക് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ മസാല ദോശയൊക്കെ കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അടുത്തൊരു കാഴ്ചയാണ് കേട്ടോ. 50 പൈസേൻ്റെ നമ്മൾ കറുപ്പ് കവറില്ല, അതിലാണ് പാല് ഇങ്ങനെ കൊടുക്കുക. തൂക്കുന്ന കവറില്ല, അതിലാണ് പാല് കൊടുക്കുന്നത്. ഉണ്ടാവും ഓരോ കാര്യങ്ങൾ. ഈ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ താഴത്ത് കണ്ട ഒരു അണ്ടർഗ്രൗണ്ടിൽ ഒരു ഷോപ്പുണ്ട്. എന്താണെന്നറിയാം, മട്ടൻ വെക്കുന്ന ഷോപ്പാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണുമ്പോണ്ടല്ലോ. അത് നോക്കി ഇതിൻ്റെ താഴത്താണ് ഒരു മട്ടൻ വെക്കുന്നത് കണ്ടോ. നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ വാരണാസിൻ്റെ തന്നെ വേറൊരു സൈഡിലാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബനാറസ് സാരികൾ കാര്യങ്ങൾ, ഇതൊരു ഫാക്ടറികൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമുക്കിപ്പം നോൺ വെജ് ആയിട്ടുള്ള മട്ടനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതായത് ഇവിടെ മിക്കവാറും കാണുന്നതെന്ന് വെച്ചാൽ ഇസ്ലാം മതത്തിൽപ്പെട്ടവരാണ് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. പക്ഷേ ഈ സ്ട്രീറ്റിൽ തന്നെ എല്ലാ കോവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ അതായത് കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ടെന്നേ ഉള്ളൂ, അല്ലാണ്ട് ഇവിടെ അവർ മാത്രമൊന്നുമല്ല, എല്ലാവരും കൂടി മിക്സ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത് കേട്ടോ. അതിൻ്റെതായ ഭംഗിയുണ്ട് കാണാൻ. ഞാൻ പറഞ്ഞ ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ, അതായത് വാരണാസി എന്ന് പറയുന്നത് അതിൻ്റെതായ ഒരുപാട് വൃത്തികളുണ്ടെങ്കിൽ നമ്മളിവിടത്തേക്ക് പിടിച്ചു നിർത്തുന്ന പല കാര്യങ്ങളും ഇതിലുണ്ട്. നമ്മൾ പിന്നെ അവിടുന്ന് അസീഘട്ടിലേക്ക് പോകുന്നു. അസീഘട്ടിലേക്ക് പോകാൻ നേരത്തെ നമ്മൾ നിൽക്കുന്നിടന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അവിടത്തേക്കുള്ള ഓട്ടോ കിട്ടേണ്ടിയിട്ടൊന്ന് നടന്നതാണ്. അതിനുശേഷം അസീഘട്ടിൻ്റെ അടുത്തുള്ള ഒരു കഫേയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ കഫേയിൽ നമ്മൾ കയറി. ഇത് അവിടുത്തെ വളരെ ഫേമസ് ആയൊരു കഫേയാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറിയതാണ്. ഇത് കണ്ടുതരാം. അത് നമ്മളിവിടെ ഒരു ഫേമസ് ആയിട്ട് കഫേയാണ്. കഫേൻ്റെ പേര് ഞാൻ നേരത്തെ കാണിച്ചില്ല, കാണാൻ ഓർമ്മയില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പേര് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിക്കണില്ല, ഇവിടെ എന്തെങ്കിലും ഉള്ളതെന്ന് അറിയില്ല. ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ കയറുമ്പോൾ തന്നെ ചെരുപ്പോടെ പുറത്ത് കഴിച്ചു നോക്കണം. ഇങ്ങനെയുള്ള സ്ഥലത്ത് കേട്ടോ നല്ലൊരു ആംബിയൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല. അപ്പോൾ വൈകുന്നേരം നല്ല റഷ് ഉണ്ടാകുന്ന സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് മെനു നോക്കിയിട്ട് നമ്മൾ ഇറങ്ങിയത് ഒന്നും കഴിച്ചില്ല കേട്ടോ. കാരണം അവിടുന്ന് എന്തൊക്കെയോ സാധനങ്ങളാണുള്ളത്, ഇതുവരെ കാണാത്തതും കേൾക്കാത്തതും. പക്ഷേ അതിന് കണക്കായ റേറ്റ് എന്ന് വെച്ചാൽ നല്ല റേറ്റും ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഏതായാലും ഒരു റിസ്ക് എടുത്ത് ട്രൈ ചെയ്യാൻ നിന്നിട്ടില്ല, ബഡ്ജറ്റും കൂടുതലായതുകൊണ്ട്. നമ്മൾ നേരെ അവിടുന്ന് അസീഘട്ടിലേക്ക് നടന്നിട്ട് വന്നു. ഇതുണ്ട് അസീഘട്ടിലെ ആ ഒരു കോവിലാണ്, എന്താ പറയുക, അമ്പലം, ചെറിയൊരു പ്രതിഷ്ഠയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇങ്ങനെ സറൗണ്ട് ചെയ്തിട്ട് നമുക്ക് നടക്കാൻ പറ്റും ചുറ്റും. ഇവിടെ എന്തോ പൂജക്ക ഹോമത്തിനായിട്ടുള്ള പരിപാടി തുടങ്ങുന്നു. ഇവിടെ വാരണാസിയിൽ വന്നിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞിട്ട് പല ഘട്ടുകളുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തു നിന്നും നമ്മൾ ഗംഗാ നദിയിലേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് കണ്ണിന് കിട്ടുന്ന കാഴ്ച എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തപരമായിട്ടുള്ള കുളിർമയാകുന്ന കാഴ്ച കേട്ടോ. നല്ലൊരു ഫീലാണ്.